അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീറ്റ്റൂട്ടും ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ കുറച്ചധികം ഓർഡർ ഉണ്ട്, കൂടെ ഇല്ലാന്ന് നാളത്തെ. അതുകൊണ്ട് അത് നമുക്ക് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴ ഈത്തപ്പഴം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ബീറ്റ്റൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഇന്നെ അരച്ചെടുക്കണം. നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇതെന്താ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന അങ്ങനെ കുറച്ചിട്ട് അരച്ച് അത് ഞാനിതാ ബക്കറ്റിലേക്ക് അരച്ചത് ബക്കറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ വേവിച്ച വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ ഈത്തപ്പഴം അരക്കുന്നത്. അതാ കളർ അങ്ങനെ. നല്ല ഈ സിർക്കിയിൽ വേവിച്ച് വെച്ചതാണ്. അങ്ങനെ നമ്മളെ ഈത്തപ്പഴം ഇതാ 5 കിലോ ഈത്തപ്പഴം അരച്ച് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് അരക്കണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് വേവിച്ചത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ബീറ്റ്റൂട്ടും ഈത്തപ്പഴം അരച്ചത് ഇവിടെ റെഡിയായി. എന്നാ ഈത്തപ്പഴം അരച്ചതും ബീറ്റ്റൂട്ട് അരച്ചതും എല്ലാം റെഡിയായി. ഇനി നമുക്ക് അച്ചാറാക്കാം. അങ്ങനെ നമ്മളെ ബീറ്റ്റൂട്ട് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിൻ്റെ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഇതാ എണ്ണ ഒഴിച്ച് നന്നായി കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 സ്പൂണ് കടുക് ഇടുന്നുണ്ട്. ഞാൻ കടുക് നന്നായി പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടി അതിലേക്ക് ഇതാ പച്ചമുളക്, കറിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്നായിട്ട് ഞാൻ ഇടുന്നു. നന്നായി ഒന്നിത് പൊരിയണം. അതിലേക്ക് ഞാനിതാ മുളക് പൊടി ഇടുന്നു. തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അറിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ശരിയാക്കണത്. നമുക്ക് കുറച്ചായിട്ട് ഇത് ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കും. അങ്ങനെ നമ്മളെ ബീറ്റ്റൂട്ട് അച്ചാർ ഇവിടെ റെഡിയായി. ഇതാ നല്ല അടിപൊളി അച്ചാർ ഇവിടെ റെഡിയായി. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.